രാവിലെ തന്നെ നല്ല വെയിലൊക്കെ ആണല്ലോ. എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മഴ കുറവുണ്ട്. പിന്നെ വെയിലാണ്, നല്ല ചൂടാണ് വെയിൽ വരുമ്പോഴത്തേക്കും. പക്ഷേ എന്തായാലും തുണികളൊക്കെ വേഗം ഉണങ്ങി കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. കുഞ്ഞുമണി ഇതേ വെയിലത്ത് ഇരിക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കുകയാണ്. നമ്മൾ പുറത്തുണ്ട്, അപ്പോൾ നമ്മളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നതും ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കഞ്ഞി കുടിക്കാനായിട്ട് ഏട്ടൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞി കുടിക്കാൻ വന്ന വഴിയിൽ നമ്മുടെ അടുത്തേക്കും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനെ കണ്ടാൽ കുഞ്ഞുമണിക്ക് അപ്പം ഏട്ടൻ്റെ അടുത്ത് പോകണം. അങ്ങനെ അവനെ കുറച്ച് നേരം ഒന്ന് എടുത്ത് സമാധാനിപ്പിച്ച് പിന്നെ അവർ പേരക്കൊക്കെ പറിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. ആ സമയത്താണ് എനിക്ക് ഓറഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെ മുറ്റത്ത് ഓറഞ്ച് ഉണ്ട്, മരമുണ്ട്, പക്ഷേ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പറിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ തോട്ടിയൊക്കെ എടുത്തിട്ട് ഓറഞ്ചൊക്കെ പറിച്ച് തന്നിട്ടാണ് പോയത്. ഇന്നാണെങ്കിൽ ചേമ്പിൻ്റെ താളുകൊണ്ട് കറി ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ നമുക്ക് ചേമ്പിൻ്റെ താള് കിട്ടണമെങ്കിൽ നമുക്ക് തോടിൻ്റെ സൈഡിലൂടെ ഒക്കെ പോകണം കേട്ടോ. പക്ഷേ ഒറ്റയ്ക്ക് തോട്ടിലേക്ക് പോകാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാറില്ല, ഒറ്റയ്ക്കൊന്നും പോകാറില്ല. പക്ഷേ ഇന്ന് കണ്ണൻ ഉള്ളതുകൊണ്ട് അവനെയും കൂട്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞാനും കണ്ണനോട് തോട്ടിലേക്ക് ചേമ്പിൻ്റെ താള് പറിക്കാനായിട്ട് പോയേ. ഇപ്പോൾ ആരും തന്നെ തോട്ടിലേക്ക് പോകാത്തത് കൊണ്ട് വഴിയൊന്നുമില്ല. നമ്മൾ സ്വന്തം അങ്ങനെ വഴിയൊക്കെ വെട്ടി തെളിച്ച് വേണം പോകാൻ. ആകെ കാട് കയറി മഴയൊക്കെ ആയി ചളി പിളിയായി നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാനും കടന്നോട് ചളിയിൽ കൂടെയൊക്കെ അങ്ങനെ നീന്തി കടന്നു പോയി. ഈ കാണുന്ന സ്ഥലങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു ഗ്രൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് വലിയവരും ചെറിയവരും എല്ലാവരും ഉണ്ടാകും. വലിയവരാണെങ്കിൽ ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ അങ്ങനെയൊക്കെ. ചെറിയ കുട്ടികൾ ഞങ്ങളൊക്കെ ആണെങ്കിൽ സാറ്റ് കളി, ഒളിച്ച് കളി, തൂണയെ പിടുത്തം, അങ്ങനെ എന്തെല്ലാം കളികളായിരുന്നു. പക്ഷെ അതൊക്കെ നല്ലൊരു രസമായിരുന്നു അന്ന്. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കാറുണ്ട് പണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് കളിക്കുന്നതും. എന്താ പറയുക, കളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും പോകാതെ ഇരുന്ന് കളിക്കും. കളിയൊക്കെ കഴിഞ്ഞിട്ട് തോട്ടിൻ്റെ സൈഡിലാണല്ലോ ഈ ഗ്രൗണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കളിയെല്ലാം കഴിഞ്ഞ് തോട്ടിൽ പോയി കുളിച്ച്, കുളിയെന്ന് വെച്ചാൽ വെറുതെ പോയിട്ട് വെള്ളത്തിൽ ചാടുക. എന്നിട്ട് അതിൽ തോട്ടിലൊരു കളി ഉണ്ടാകും, മുങ്ങാങ്കുഴി ഇടുക, പിന്നെ തോട്ടിൽ ഒളിച്ച് കളി കളിക്കുക. അങ്ങനെ പല പല കളികളാണ്. വീട്ടിൽ നിന്ന് വടിയെടുത്തൊക്കെ വന്നാലേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പിന്നെ പോവുള്ളൂ. അതുവരെ കളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പോൾ ആ ഒരു രസങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്തായാലും ഞങ്ങൾ ചളിയൊക്കെ നീന്തി കിടന്ന് ഏകദേശം തോടിൻ്റെ സൈഡിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ കണ്ടില്ലേ, സൈഡിൽ കൂടെ ഒക്കെ നിറച്ചും ചേമ്പുന്നാളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് തോട്ടിൻ്റെ അരികിലൂടെ ഉണ്ടാകും, അത് വെട്ടാന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോയിട്ടോ. ഇവിടേക്ക് എത്തിയാൽ പിന്നെ നല്ല തണുപ്പാണ്. കണ്ടില്ലേ, കുറേ മരങ്ങളും കാര്യമൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ്. ഇവിടെ എടുത്ത് പറയാന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു അത്തിമരമുണ്ട്. അപ്പോൾ അത്തിമരാണെങ്കിൽ ഇവിടെയാണ്, ഈ കരയിലാണ് അത്തിമരം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ശാഖകളൊക്കെ വന്നിട്ട് അപ്പുറത്തെ കരയിലേക്ക് വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ്. അതിങ്ങനെ പടർന്നിരിക്കുന്നത് കൊണ്ട് ഈ ഒരു ഏരിയയിൽ നല്ല തണുപ്പാണ്. പിന്നെ ഇല്ലി നട്ടുപിടിപ്പിച്ചിട്ട് അതും ഒരു കാടായിട്ട് അവിടെ നല്ല തണുപ്പ്. അങ്ങനെ എന്തായാലും ഇവിടെ മരങ്ങൾ ഞാൻ നിറച്ചുള്ളത് കൊണ്ട് തോടിന് രണ്ട് സൈഡിൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മുളകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വളഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നല്ല തണുപ്പാണ്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞാൻ മുൻപ് തോടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഇതൊക്കെ കാഴ്ചകളൊക്കെ തന്നെയാണ് അതിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല അത്തിപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് മഴ പെയ്തിട്ടാണോ ഇനി കുരങ്ങ് തിന്നുന്നത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല, ഒരു നാശമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുരങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, തോടിൻ്റെ അപ്പുറത്ത് കുരങ്ങുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ചാടി കടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കണ്ണനാണെങ്കിൽ കയ്യും കാലും വയ്യാത്തത് കൊണ്ട് അവന് പെട്ടെന്ന് ഓടാനും പറ്റില്ല. അപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്. എന്നാലും വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെ നിന്നു. പക്ഷേ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും കുരങ്ങ് തിരിച്ചങ്ങോട്ടേക്ക് പോയിട്ടോ. പോയി എന്നല്ല, സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അവന്മാർ ഈ പഴം കഴിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പഴങ്ങളൊക്കെ ഇങ്ങനെ നാശമായിട്ട് ഒരു കറുത്ത പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി മഴ പെയ്തിട്ടാണോ എന്നും അറിയില്ല കേട്ടോ. ഇന്നലെ വൈകിട്ട് മഴ പെയ്തത് കൊണ്ടാണ് തോന്നുന്നു വെള്ളം കുറച്ച് കലക്കുണ്ട്. ഞങ്ങളിവിടെ നിൽക്കുന്നത് കൊണ്ട് അപ്പുറം സൈഡിൽ നിന്ന് കുരങ്ങന്മാരെല്ലാം ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കി ഞങ്ങളിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പോട്ടേന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ പേടിക്കാൻ നിന്നില്ല. ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ഹോം സ്റ്റേ ഉണ്ട്. അവിടെ പോയിട്ട് എന്താ പറയുക, എല്ലാ സാധനങ്ങളും കടിച്ച് നശിപ്പിക്കുന്നുണ്ട് അവിടെ. പിന്നെ നമ്മുടെ വീടിൻ്റെ പറമ്പിൻ്റെ അതിൽ വരെ ഇപ്പോൾ വരുന്നുള്ളൂ. എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് വരിക എന്നറിയില്ല. ഭയങ്കര ശല്യമാണ് ഇവന്മാരെയും കൊണ്ട്. തോട്ടിൽ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ താളുണ്ടാവും കേട്ടോ. അപ്പോൾ അത് പറിക്കാമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ചെറിയ ചെടികളാണ്. പിന്നെ നോക്കുമ്പോൾ അത്യാവശ്യം നമ്മളെ മുട്ടുംകാലിൽ അത്ര വരെ ആഴുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ നനയുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പോകാനും പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ കുളിക്കാനൊന്നും അങ്ങനെ അധികം വരാത്തത് കൊണ്ട് നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ വളരെ കുറവാണ്. കല്ലും ഇതൊക്കെയാണ് ഇവിടെ. കല്ലൊക്കെ വന്ന് അടിഞ്ഞിട്ട് നമുക്ക് ചവിട്ടുമ്പോൾ ചിലപ്പോൾ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ പിന്നെ കണ്ണൻ പറഞ്ഞു കരയിൽ നിന്ന് പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തോട്ടിൽ നിന്ന് കയറി. കരയിൽ ഞങ്ങൾ നേരത്തെ കണ്ടതാണ്. പിന്നെ തോട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാമല്ലോ എന്ന് കരുതി അങ്ങനെ തോട്ടിലേക്ക് പോയതാണ്. പക്ഷേ തോട്ടിൽ നിന്ന് എന്തായാലും പറിക്കാൻ കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കുറേ കാലമായി ഒരു താളുകറിയൊക്കെ കഴിച്ചിട്ട്. നല്ല ഹെൽത്തി ഫുഡുകളാണല്ലോ ഇതെല്ലാം. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് താള് കഴിക്കുന്നത് നല്ലതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് വേണ്ട ഹെൽത്തി ഫുഡുകൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമല്ലേ. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള അത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി തോട്ട് പോയിട്ട് ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് പോകാം. വീട്ടിൽ പോയിട്ട് നമ്മൾ എന്തായാലും ഒന്നുകൂടെ കഴുകും. എന്തായാലും കഴുകിയെടുത്തുകൊണ്ട് പോകാം. ഈ ചേമ്പിൻ്റെ കൂമ്പില കൊണ്ട് മടന്താക്കറി ഉണ്ടാക്കാറുണ്ടല്ലോ. ഞാൻ കഴിച്ചിട്ടില്ല, അതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ താള് നന്നായി കഴുകിയെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വരുന്ന വഴിക്ക് നല്ല മല്ലികയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഓണത്തിനുള്ള പൂക്കൾ ഇപ്പോഴേ വിരിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്. ഇനി പൂക്കൾ ഇടാൻ നേരത്ത് പൂ കിട്ടുമെന്ന് അറിയില്ല. പിന്നെ വീട്ടിൽ വന്നു, താളൊന്നും കൂടെ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് കനം കുറച്ച് അരിഞ്ഞെടുത്തു. അരിഞ്ഞ് പകുതി ആയപ്പോഴത്തേക്ക് ഇതേ കയ്യെല്ലാം നന്നായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനതൊന്നും മൈൻഡാക്കിയില്ല, വേഗം തന്നെ അരിഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ അരിയണ സമയം കണ്ണനാണെങ്കിൽ ഇതേ കസാരയൊക്കെ ഇട്ട് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് തോട്ടൊക്കെ പോയി വന്നപ്പോൾ തണുക്കാന്നൊക്കെ പറഞ്ഞ് വെയിലൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതേ ചേമ്പുതാളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ മോരിൽ ചേമ്പുതാളിട്ടിട്ട് കറി വെക്കാനായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വേഗം
കറി വെച്ചിട്ട് വരാം. നമുക്ക് അടുക്കളയിൽ കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്താലും കുറച്ച് ഒരു ക്ലിയർ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കറി വെക്കുന്ന രീതി വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാൻ കുറച്ചെടുത്ത് കഴിച്ച് നോക്കി. എനിക്കതിങ്ങനെ ചോറിനാനിങ്ങനെ കൊതി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഇതേ ഞാൻ ചോറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കറി വെക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഉണക്കലും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല രസമായിരിക്കുമല്ലോ കൂടെ ഇങ്ങനെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ അപ്പുറത്ത് പോയി ചോറ് കഴിക്കാൻ, അവനോട് ഇവിടെ കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അപ്പുറത്ത് ചോറുണ്ട്, പിന്നെ അത് ബാക്കി വരുന്നു പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് വരും, നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അപ്പോൾ ഞാനാണെങ്കിൽ പുറത്തുനിന്ന് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്, ഏട്ടൻ ആരുമില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിക്കട്ടെ. ഇന്ന് നമ്മൾ തോട്ടിലൊക്കെ പോയതുകൊണ്ട് തന്നെ സമയം കുറേ വൈകി കേട്ടോ. നമ്മൾ ചോറിന് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എനിക്കും കണ്ണ് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കറി ആയപ്പോഴത്തേക്കും കണ്ണൻ കുറച്ച് കറിയൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോയി. അപ്പോൾ കുഞ്ഞുമണിയാണെങ്കിൽ ചോറൊക്കെ ഉണ്ടാവാൻ ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.